ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയെ തെഹ്റാനിൽ വെച്ച് കൊലപ്പെടുത്തിയതിന് പിന്നിൽ പങ്കുണ്ടെന്ന് ഇസ്രായേൽ അമേരിക്കയെ അറിയിച്ചതായുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതോടെ അമേരിക്ക രോഷാകുലരായെന്ന് വൈറ്റ് ഹൗസുമായി ബന്ധമുള്ളവരെ ഉദ്ധരിച്ചുകൊണ്ട് വാഷിംഗ്ടൺ പോസ്റ്റാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഹനിയയെ വധിക്കാനുള്ള തീരുമാനത്തിൽ ബൈഡൻ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥർ അസ്വസ്ഥരായിരുന്നു. ഗസയിൽ മാസങ്ങളായി തുടരുന്ന സമാധാന ചർച്ചകൾ വെറുതെയാകുമെന്ന ആശങ്കയും അവർ പങ്കുവച്ചു. ഹിസ്ബുള്ളയുടെയും ഇറാന്റെ കമാൻഡർമാരെയും കൊലപ്പെടുത്തുന്ന വിവരം മുൻകൂട്ടി അറിയിക്കാത്തതിലും അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇസ്രായേലിനോട് രോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണവും ഏറെ പിരിമുറുക്കങ്ങൾ നിറഞ്ഞതായിരുന്നുവെന്നും ഇസ്രായേലി ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ജൂലൈ 31 ബുധനാഴ്ച പുലർച്ചെ 2-നാണ് ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിലെ ഗസ്റ്റ് ഹൗസിന് നേരെ നടന്ന ആക്രമണത്തിൽ ഇസ്മായിൽ ഹനിയയും സഹായിയും കൊല്ലപ്പെടുന്നത്. പുതിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനായി തെഹ്റാനിലെത്തിയതായിരുന്നു അദ്ദേഹം. ഗസയിൽ വെടിനിർത്തലിനായി ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ സുപ്രധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ലോകത്തെ ഞെട്ടിപ്പിച്ച സംഭവം. 10 മാസത്തോളമായി ഗസയിൽ തുടരുന്ന ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകളിൽ മുഖ്യ പങ്ക് വഹിച്ചയാൾ കൂടിയായിരുന്നു ഹനിയ. അതേസമയം തിരിച്ചടിയിൽ നിന്നും പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ഇറാൻ. ഇസ്രായേൽ പരാജയപ്പെടും എന്നതിൽ സംശയമില്ലെന്ന് ഇറാനിലെ സൈനിക വിഭാഗമായ IRGC വക്താവ് ബ്രിഗേഡിയർ ജനറൽ അലി മുഹമ്മദ് നഈനി വ്യക്തമാക്കി. എങ്ങനെ എപ്പോൾ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് സയനിസ്റ്റുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അധിനിവേശ പ്രദേശങ്ങളെല്ലാം അഗ്നിക്കിരയാക്കും. അവരെ എന്താണ് കാത്തിരിക്കുന്നത് എന്ന് അറിയില്ല. അവർ ഭയത്തിലാണ് കഴിയുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദിവസങ്ങളായി ഇറാൻ മിസൈൽ ലോഞ്ചറുകൾ കൊണ്ടുപോകുകയും സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നതായും അമേരിക്കയ്ക്ക് വിവരം ലഭിച്ചതായി വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേലിനെതിരായ ഇറാന്റെ ആക്രമണം ചെറുക്കാൻ ബൈഡൻ ഭരണകൂടം പരമാവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ ഇറാനോടൊപ്പം ഹിസ്ബുള്ളയും ഹൂത്തികളുമെല്ലാം ഒരുമിച്ച് ആക്രമിക്കുമെന്ന ഭയത്തിലാണ് അമേരിക്കയുള്ളത് എന്നും പത്രം വ്യക്തമാക്കുന്നു. അതേസമയം മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷ ഭീതിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രായേൽ വഹിക്കണമെന്ന് ജോർദാൻ ഉപപ്രധാനമന്ത്രി ഐമാൻ സഫാദി പറഞ്ഞു.